இன்னொரு ஸ்வீட் ரெசிபி கேசரி. நோ 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 இட்ஸ் പൈനാപ്പിൾ കേസരി. അപ്പോൾ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു പൈനാപ്പിൾ കേസരി ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഹലോ, വെൽക്കം ബാക്ക് ടു ഷ്യൂസ് ആൻഡ് മീനൂസ് കോർണർ. അപ്പോൾ ഇന്ന് നമ്മളൊരു തമിഴ്നാട് സ്റ്റൈലിൽ ഒരു പൈനാപ്പിൾ കേസരി ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് റവ, 1 കപ്പ് പഞ്ചസാര എടുക്കാം, കുറച്ച് കാഷ്യൂ നട്ട്സ് എടുക്കാം. പിന്നെ ഫ്രഷ് പൈനാപ്പിൾ ഇപ്പോൾ മേടിച്ചിട്ട് വന്നതാണ്. അത് നമ്മൾ 2 പീസ് മേടിച്ചിട്ട് വന്നു. ഇത് നല്ല പുളിയുള്ള പൈനാപ്പിളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുട്ടി കുട്ടി പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ 1 സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു നുള്ളു ഉപ്പ് മാത്രം നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് ഒരു 2 hours എടുത്ത് വയ്ക്കാം ഫ്രിഡ്ജിൽ. ഇപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് 2 hours കഴിഞ്ഞു. ഇപ്പോൾ ഇത് നമുക്ക് നല്ല സ്വീറ്റായിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയതാണ്, നല്ല സ്വീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡ്രൈ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് ആൾറെഡി ഫ്രൈഡ് റവയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നാലേ അതോടെ അരോമ നല്ല കിട്ടത്തുള്ളൂ. ഇപ്പോൾ കരിഞ്ഞു പോകാണ്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇത് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ സെയിം പാനിൽ ഞാൻ 2 സ്പൂൺസ് ഓഫ് ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗീയിൽ തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ മുന്തിരി ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും കൂടി എടുത്തോ. ഇതിൽ നല്ല ഒരു ഗോൾഡൻ ബ്രൗണിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ സെയിം പാനിൽ ആ നെയ്യിൽ തന്നെ നമുക്ക് എടുത്ത് വെച്ച പൈനാപ്പിൾ കുട്ടി കുട്ടി പീസസൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൈനാപ്പിളിന് ഒരു പച്ച റോ സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്ത് കൊടുക്കണേ. ഈ നെയ്യിൽ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ അരമ എക്സ്ട്രാ നമുക്ക് നെയ്യിൽ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്ക് പൈനാപ്പിൾ വെന്ത് കിട്ടും. പൈനാപ്പിൾ നല്ല വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച റവേനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഒന്നുകൂടി നമുക്ക് ഈ നെയ്യിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ റവ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത് തന്നെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. 1 കപ്പ് റവയിന് നമുക്ക് 2.5 കപ്പ് വെള്ളം, നല്ല തിളപ്പിച്ച വെള്ളം നമുക്ക് വേണം. അപ്പോൾ ഇങ്ങനെ 2.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുപ്പ് സിമ്മിലാക്കി വെക്കണം. നന്നായിട്ട് അപ്പം തന്നെ ഒരു കൈയും കൊണ്ട് നമുക്ക് മിക്സാക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് നമുക്ക് ഇറുകാൻ ചാൻസ് ഉണ്ട്, ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ഞാൻ പൈനാപ്പിൾ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കുമ്പോൾ ഒരുപാട് സ്മെല്ലാവും. അതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഫുഡ് കളർ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ ഇല്ലെന്ന് വെച്ചെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ യെല്ലോ കളർ ഞാൻ ആദ്യം ഒരു വെള്ളത്തിൽ നന്നായിട്ട് മിക്സാക്കി എടുത്ത് അതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും നമുക്ക് സ്പ്രെഡായി കിട്ടും. അപ്പോൾ നമുക്ക് വേഗം എല്ലായിടത്തിലും നമുക്ക് യെല്ലോ കളർ കിട്ടും. അതാണ് നമുക്ക് റവ നന്നായിട്ട് വെന്ത് വരണം. പഞ്ചസാര ചേർത്ത് നമുക്ക് റവ വേവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സമയം നമുക്ക് സിമ്മിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചാൽ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. വേവിച്ചില്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവേന് ഞാൻ 1 കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ഒരുപാട് ഇഷ്ടമാണെങ്കിൽ 1:1.5 ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1:2 കൂടി ചേർക്കാം. പക്ഷേ 1:2 എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വീറ്റായി പോകും, അതുകൊണ്ട് വേണ്ട. 1 കപ്പാകുമ്പോൾ നമുക്ക് മതിയാവും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമില്ലാത്തവർ കുക്കിംഗ് ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടാണ്ട രീതിയിൽ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ എല്ലാ കല്യാണത്തിലും നമുക്ക് ഈ പൈനാപ്പിൾ കേസരി ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോൾ ഇച്ചിരി ഫ്രൂട്ട്സോട് കൂടി നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ നല്ല ഒട്ടാണ്ട രീതിയിൽ വരുന്നുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ടാടാൻ!
തമിഴ്നാട് സ്റ്റൈൽ കല്യാണ വീട്ടിൽ ചെയ്യുന്ന പൈനാപ്പിൾ കേസരി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ഡൂപ്പറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നാണെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാനത് ചെയ്തു തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അയ്യോ മറന്നുപോയി, ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.